കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വന്ന് ശുശ്രൂഷയ്ക്കായി ഒരവസരം കൂടെ കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ റോസ് ഫാമിലി ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസലിൻ സിസ്റ്റർ, സുരേഷ് ബ്രദർ, കുഞ്ഞുങ്ങൾ, അവരെ കുടുംബമായി ഓർക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനെ ഓർക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളും സഹകാരികളുമായി വിവിധ ഇടങ്ങളിൽ കർത്തൃനാമത്തിനു വേണ്ടി നിലകൊള്ളുന്ന നിരവധി പേരുണ്ട്. അവരെ എല്ലാം ഒരു നിമിഷം ഓർത്ത് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം ഈ രാത്രി അറിയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ചില ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഓൺലൈൻ കൺവെൻഷനായി നടന്നു വരികയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്ക്, ഒരു വിഷയം കർത്തൃദാസീദാസന്മാർ നമ്മോട് തുടർമാനമായി സംസാരിക്കുകയുണ്ടായി. വിശുദ്ധ ബൈബിളിൻ്റെ കാതലായ സത്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഈ പ്രത്യേകിച്ച് ഈ റോസ്ലിൻ സിസ്റ്ററുടെ ഈ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. ദൈവവചന സത്യങ്ങൾ ഈ കാലങ്ങളിൽ ജനം വ്യക്തമായി അറിയണം. നമുക്കറിയാം, ഒരു സമയത്ത് ജനം ഇതിനെയൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. ഒത്തിരി തെറ്റിദ്ധാരണകൾ തിരുവെഴുത്തുകളെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പെന്തക്കോസ്തിനെ കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പറയട്ടെ, വിശുദ്ധ ബൈബിളിലൂടെ ദൈവം മാനവജാതിക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏതൊരുവനും വ്യക്തമായി വായിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആ വചനത്തിനൊത്തവണ്ണം നമ്മെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ കരണീയമായിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് വചനത്തെ കോട്ടിമാട്ടി വളയ്ക്കുവാൻ ദൈവത്തിൻ്റെതാണ്. അതിൻ്റെ ആധികാരികത ദൈവത്തിനുള്ളതാണ്. വചനത്തെ കോട്ടിമാട്ടി മറിക്കരുത്, അതിനെ ആരും മുറിക്കരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത് എന്ന് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ നേതാക്കന്മാരാരുമല്ല. വിശുദ്ധ ബൈബിളിൽ അസന്നിഗ്ധമായി ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ അരുളി ചെയ്തിരിക്കുന്ന സന്ദേശങ്ങൾ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ നീട്ടാനോ നിവർത്താനോ കുറച്ചുകൂടെ ചേർത്ത് പണിയാനോ ഒന്നും ഇവിടെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവശ്വാസീയമായ ദൈവനിശ്വാസ്യമായ വചനമാണ്. ആ വചനം അത് ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവം മാനവജാതിയോട് കൽപ്പിച്ച ദൈവത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായി വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം തങ്ങളെ തന്നെ ഒരുക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ തുടർമാനമായി നിവർത്തിക്കപ്പെടുന്നത്. ഈ വചനം കേൾക്കാത്തവരാരുമല്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ചിലരൊക്കെ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മുൻവിധിയോടുകൂടി അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ ഞങ്ങളും ഒരു കാലത്ത് എങ്ങനെ അഭിപ്രായം പറഞ്ഞവരാ. ഈ വചനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനകത്ത് പാരമ്പര്യമില്ല, ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഇതിനകത്ത് ഇങ്ങനെയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞവരാ ഞങ്ങളും. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാ മനസ്സിലായത് ദൈവത്തിന്റെ വചനത്തോളം തൂക്കമുള്ള, ദൈവത്തോളം തൂക്കമുള്ള, സത്യമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമാകട്ടെ, സമർപ്പണത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ രാത്രി എനിക്ക് എൻ്റെ
എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ഒരു സന്ദേശം. നമുക്കറിയാം, മനുഷ്യൻ ഇന്നെല്ലാം നേട്ടങ്ങളുടെ പുറകെയാണ്. എന്തൊക്കെ നേടാമോ അതിൻ്റെ എല്ലാം പിന്നാലെ മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നേടാൻ കഴിയും അതെല്ലാം നേടണം. അതിനുവേണ്ടിയാണ് മനുഷ്യൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയൊരു ദുരാഗ്രഹിയായിരുന്നു. ദ്രവ്യാഗ്രഹിയും ദുരാഗ്രഹിയും ഒക്കെ ആയിരുന്നു. അവന് ഒരു വലിയ ഉന്നതനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന് വേണ്ടിയാണ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വലിയ പ്രഭുവായിരുന്നു അദ്ദേഹം. ഒരു ദേശം മുഴുവൻ അടക്കി വാഴുന്ന ഒരു പ്രഭുവായിരുന്നു. ആ പ്രഭു ഒരു ദിവസം ഈ മനുഷ്യന്റെ ദുരാഗ്രഹം കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് സ്ഥലം കുറവല്ലേ? അതെ, കുറച്ചുകൂടൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യജമാനനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രാവിലെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തു നിന്ന് നീ ഓടണം. ഓടിയിട്ട് തിരിച്ചിത്ര മണിയാകുമ്പോൾ ആ സ്ഥലത്ത് തന്നെ നീ വരണം. നീ ഓടുന്ന ചുറ്റളവിൽ എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. കേട്ടപാതി കേക്കാപ്പാതി മനുഷ്യൻ വീണു വണങ്ങിയിട്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങ് കാണിക്കുന്ന നല്ല ആ അനുഭവം വലിയ സന്തോഷമുണ്ട്. ഏതായാലും ആ സമയത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചു. ഓട്ടത്തിന് വേണ്ടി ഇവൻ തയ്യാറായി ഓടാൻ തുടങ്ങിയ സൈറൻ മുഴങ്ങി ഇദ്ദേഹം ഓടി. പറഞ്ഞ സമയത്ത് അവിടേക്ക് തന്നെ തിരിച്ചു വരണം. എന്നാലേ എത്രത്തോളം ഓടിയിട്ടുണ്ടോ അത്രയും സ്ഥലം ഇവൻ്റേതാകും. ഇവൻ ഓടി 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 എവിടൊക്കെ ഓടിയെടുക്കാമോ അവിടെ എല്ലാം ഓടിയെടുത്തു. പക്ഷേ സമയത്ത് ഈ വരണ്ട ലക്ഷ്യസ്ഥാനത്ത് വരാൻ കഴിയാതെ കുറച്ച് പുറകിലായിട്ട് വീണ് മരണപ്പെട്ടു പോയി. അവിടം കൊണ്ട് അവൻ ശ്വാസം വലിച്ചു, ഊർധ്വശ്വാസം വലിച്ചു, തീർന്നു. കണ്ടോ, എത്രത്തോളം ഓടിയെടുക്കാമോ അത്രത്തോളം ഓടിയെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഓട്ടത്തിൽ എന്ത് സംഭവിച്ചു? നേടാവുന്നത് മുഴുവൻ നേടിക്കൊണ്ട് വന്നതാ. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയാതെ ഊർധ്വശ്വാസം വലിച്ചു, സംഗതി തീർന്നു, ഒന്നും നേടാൻ പറ്റിയില്ല. ഇതല്ലേ മനുഷ്യൻ ഇന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടുക, എവിടൊക്കെ നേടാമോ, എവിടൊക്കെ ചെല്ലാമോ, എവിടൊക്കെ പോകാമോ, എന്തൊക്കെ കരസ്ഥമാക്കാമോ അതിൻ്റെ എല്ലാം പുറകെയാ. പക്ഷേ ഇവൻ സമ്പാദിച്ചതും നേടിയതും എല്ലാം കൂടെ ആക്കി അഴിച്ചു ഗുണിച്ചു ഹരിച്ചു നോക്കിയാൽ അവസാനം അറിയാം എന്താ നേടിയെന്ന്. അതുകൊണ്ട് നേടേണ്ടത് നേടണം. ഇന്ന് രാത്രി മനുഷ്യ, നീ എന്താണ് നേടേണ്ടത് എന്നാണ് ഞാൻ തിരുവെഴുത്തിലൂടെ അല്പസമയം സംസാരിക്കാൻ പോകുന്നത്. ഈ നിലയിലുള്ള ലോകത്തിൻ്റെ പലതും നേടിയ മനുഷ്യൻ, ഒരു നേട്ടങ്ങളും ഇല്ലാതെ ഇവിടുന്ന് കടന്നുപോയവരുടെ ചരിത്രം നമുക്കറിയാം. ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന. ലോകരാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ച മനുഷ്യൻ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തി വരെ വന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനെ വിരല് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കുമായിരുന്നു. നിന്റെ പടയാളികൾ, നിന്റെ തിരകൾ പടയാളികളായിരുന്നെങ്കിൽ ഞാൻ അവരെ വെട്ടിപ്പിടിക്കുമായിരുന്നു. ഈ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, 33.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പനിനീർ കുളത്തിൽ കുളിച്ച് ഒരു ചെറിയ പനി. അവസാനം കൊട്ടാരം വൈദ്യന്മാരോടൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹം ഇതായിരുന്നു, തൻ്റെ അമ്മയെ ഒന്ന് കാണണം. അതിനുവേണ്ടി തനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. വൈദ്യന്മാരെ കൊണ്ട് ആവോളം അവർ ചികിത്സിച്ചു കേട്ടോ. അവസാനം മനസ്സിലായി, മരണം മുൻപിൽ വന്നിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെടുവാൻ തുടങ്ങിയ തൻ്റെ ഏറ്റവും അടുത്ത സഹചാരന്മാരെ, ഏറ്റവും അടുത്ത ഭൃത്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, എൻ്റെ കൊട്ടാരത്തിനകത്ത് ഭണ്ഡാരത്തിലിരിക്കുന്ന പൊന്നും വെള്ളിയും ഉണ്ടല്ലോ, ഇതെല്ലാം കൊണ്ട് രാജവീതിയിലേക്ക് എറിയണം. മുഴുവൻ പൊന്നും വെള്ളിയും രാജവീതിയിൽ എറിയണം. അവർ ചോദിച്ചു,
അയ്യോ യജമാനനെ, അതെന്താ അങ്ങനെ പറയുന്നേ? അദ്ദേഹം പറഞ്ഞു, പൊന്നിനും വെള്ളിക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സകലവും എറിഞ്ഞു കളയണം എന്ന് പറഞ്ഞു. 2, കൊട്ടാരം വൈദ്യന്മാരെ കൊണ്ട് വേണം എന്റെ ഡെഡ് ബോഡി ചുമപ്പിക്കാൻ. എന്റെ ഡെഡ് ബോഡി ചുമന്നു കൊണ്ടുപോകുമ്പോൾ മറ്റാരും ചുമക്കണ്ട, കൊട്ടാരം വൈദ്യന്മാർ ചുമക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അവരെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ലോകം അറിയട്ടെ. ഇത്രയും ചികിത്സാവിധികൾ അറിയാവുന്ന കൊട്ടാരം വൈദ്യന്മാരെ കൊണ്ട് എൻ്റെ ജീവനെ നേടുവാൻ കഴിഞ്ഞില്ല. 3-മതൊരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ ഡെഡ് ബോഡി ശവമഞ്ചത്തിലേറ്റ് ഏദൻസിന്റെ തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇരുവശങ്ങളിലും എൻ്റെ മലർത്തിയ കരങ്ങൾ ഇട്ടിരിക്കണം, കരങ്ങൾ മലർത്തിയിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്തിനാ? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ലാത്തവനായ അലക്സാണ്ടർ ലോകത്തിൽ വന്നു, ഇവിടെ ഒത്തിരി വെട്ടിപ്പിടിച്ചു, എന്നാൽ ഒന്നും കൊണ്ടുപോകാതെ വെറും കയ്യായി ഇവിടുന്ന് മടങ്ങുന്നു. ലോകം അതറിയട്ടെ, ലോകം മുഴുവൻ അറിയട്ടെ. എന്തറിയട്ടെ? അലക്സാണ്ടർ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി കടന്നു പോകുന്നു. കണ്ടോ, നേട്ടങ്ങളുടെ നെറുകയിൽ നിന്ന മനുഷ്യൻ ഏറ്റവും ഒടുവിൽ ഒന്നുമില്ലാതെ കടന്നു പോകുന്ന കാഴ്ച കണ്ടില്ലേ? അയ്യോ, നേട്ടങ്ങളുടെ പുറകെ പോകുന്ന മനുഷ്യ, ഒരു വലിയ പാഠമാണ് ദ ഗ്രേറ്റ് അലക്സാണ്ടർ നമുക്ക് തരുന്നത്. വെള്ളിയോ പൊന്നോ സമ്പത്തോ നേട്ടങ്ങളോ ഇവിടുത്തേതായിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഒരു ദിവസം നിന്നെ കൈവിടുന്ന ദിവസമുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നേടിയെടുക്കേണ്ട ചിലതിനെക്കുറിച്ച് ദൈവവചനം സംസാരിക്കുന്നുണ്ട്. ആ ഭാഗം വളരെ വേഗം നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്ന് എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിൻ്റെ ആ കൃത്യ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. എല്ലാ വാക്യങ്ങളും എടുത്തു വായിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി മൂലം എല്ലാം എടുത്തു വായിക്കുവാൻ കഴിയാതെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? കണ്ടോ, ശ്രദ്ധിച്ചോ? ഈ ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിൻ്റെ ഉടമയാണ് മനുഷ്യ ഞാനും നീയും എന്ന് അറിഞ്ഞാൽ, അത് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവഴുത്ത ഇന്ന് രാത്രി ഞാനിവിടെ പ്രസ്താവിക്കുന്നത്. അയ്യോ, എന്ത് വിലയുള്ളവരാ നമ്മളെന്നറിയാമോ? സർവ്വലോകവും ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ മറുതട്ടിൽ വെച്ചാൽ ഈ സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ് മനുഷ്യ നിന്റെ ആത്മാവ്. കണ്ടോ? അപ്പൊ വിലയുള്ള ഒരു ആത്മാവിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. അത് വ്യക്തമായി പഠിപ്പിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഈ ലോകം മുഴുവൻ നേടിയിട്ട് നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ, അതിന് തെളിവായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എടുത്തു വായിച്ച് പറയാൻ സമയമില്ല. വലിയ ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ കളപ്പുരകളൊക്കെ ധാന്യം കൊണ്ട് നിറച്ചു. ആ വർഷം നല്ല വിളവാണ് ഉണ്ടായത്. നല്ലതുപോലെ വിളഞ്ഞു, കൊയ്തു കൂട്ടി. തൻ്റെ കർഷകരും ആളുകളും എല്ലാം വന്നു, കളപ്പുരകൾ നിറച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് എന്ത് സന്തോഷമാണെന്നറിയാവോ? അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, വേണ്ടുവോളം ഉണ്ടല്ലോ, വേണ്ടുവോളം സമ്പാദിച്ചല്ലോ, ഇത് മതി എനിക്ക്. പക്ഷെ രാത്രി ഒരു ശബ്ദം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുഖകരമായി ഇങ്ങനെ നിദ്രയിലേക്ക് ലയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ശബ്ദം കേട്ടു. എന്താണെന്നറിയാമോ? ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ, നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഒത്തിരി ഒരുക്കി വെച്ചു, കളപ്പുരകൾ നിറച്ചു, ധാന്യങ്ങളുണ്ട്, തിന്നാൻ കഴിയും, കുടിക്കാൻ കഴിയും, ഒക്കെ ശരിയാ.
പക്ഷെ ഒരു കാര്യം, ജീവനെ ചോദിച്ചാൽ, നിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞാൽ, ഇന്ന് രാത്രി നീ മരിച്ചാൽ, നീ കരുതി വെച്ചത് ആർക്കാ? എന്നിട്ട് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവവിഷയമായി സമ്പന്നനാകാതെ ലോകപ്രകാരം സമ്പന്നനാകുന്നവന്റെ ഗതിയില. അവനെ വിളിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, മൂഢ. മൂഢ എന്നാ വിളിക്കുന്നത്. അങ്ങനെയാണോ വിളിക്കേണ്ടത്? അല്ലയോ പ്രഭുവേ എന്നൊക്കെ അല്ലേ വിളിക്കണ്ടേ? അതെ, ഇത്രയും വലിയ ധനികനായ മനുഷ്യനെ ദൈവവനത്തിൽ വിളിച്ചിരിക്കുക മൂഢ എന്ന് പറഞ്ഞാൽ ഇവന്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന മൂഢത്വം അത്ര വലുതാ. കളപ്പുര നിറച്ചു, വീട്ടിൽ സമ്പാദിച്ചു, എല്ലാം കൂട്ടിവെച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ ഇവൻ കരുതേണ്ടതിനെ കരുതിയില്ല, ഇന്ന് രാത്രി നേടേണ്ടതിനെ നേടിയില്ല. ശക്തമായ നിലയിൽ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് സന്ദേശം കൈമാറട്ടെ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് കരുതുന്നില്ലെങ്കിൽ താൽക്കാലികമായ സുഖങ്ങളുടെ പിന്നാലെ, നൈമാനുഷികമായ സുഖങ്ങളുടെ പിന്നാലെ, ഒന്നുകൂടെ പറഞ്ഞ തൊലിപ്പുറത്തെ സുഖങ്ങളുടെ പിന്നാലെ, നിമിഷ നേരം കൊണ്ട് തീരുന്ന സുഖം, അത്രേ ഉള്ളൂ. എത്ര സുഖം, എത്ര മാസ്മരലഹരിയുടെ സുഖത്തിനകത്ത് കയറിയാലും തീരും, കത്തിത്തീരുന്ന പോലെ, പടക്കം കത്തിത്തീരുന്ന പോലെ ഈ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന മനുഷ്യ. അതെല്ലാം നൈമാനുഷികവും തീർന്നു പോകുന്നതുമാ. പക്ഷെ നിന്റെ ആത്മാവിന്റെ നിത്യത നേടാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും വലിയ മൂഢനാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മോട് ആമേൻ പറഞ്ഞു തരുന്ന ഒരു സന്ദേശമാണ്. സ്തോത്രം. ഈ ജീവന്റെയും ആത്മാവിന്റെയും വില, സമയം വേഗം പോകുന്നല്ലോ, മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടൊരു സംഭവ ചരിത്രം. ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ ഇങ്ങനെ ഭിക്ഷ തേടി നടക്കുക. വീടുകൾ തോറും ഭിക്ഷ തേടി നടക്കുമ്പോൾ ജംഗ്ഷനിലൂടെ ഇദ്ദേഹം ഒരു വലിയ പാത്രം തന്നെ കയ്യിലിരിപ്പുണ്ട്. ഈ പാത്രം ഇങ്ങനെ പിടിച്ചോണ്ട് വല്ലവും തരണേ വല്ലവും തരണേ എന്ന് പറഞ്ഞ് ഭിക്ഷ തേണ്ടിക്കൊണ്ടിരിക്കുക. ഒരു കടക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നാണയത്തൊട്ട് എടുത്ത് എറിഞ്ഞു കൊടുത്തു ആ പാത്രത്തിലോട്ട്. ആ പാത്രത്തിലേക്ക് ചെന്ന് വീണപ്പോൾ ഒരു നല്ല ശബ്ദം മുഴങ്ങി. നല്ല, ഇതുവരെ കേൾക്കാത്ത സുന്ദരമായൊരു ശബ്ദം. അപ്പോൾ അദ്ദേഹം ആ ഭിക്ഷക്കാരനെ അടുത്ത് വിളിച്ചു. എവിടാ വീട്, അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം ചോദിച്ചു പറഞ്ഞൊക്കെ വന്നപ്പോൾ കാര്യം മനസ്സിലായി. ഒരു വലിയ ധനിക കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. അവിടെ നിന്ന് ചില കെടുതികളും കേടുകളും ഒക്കെ സംഭവിച്ചു. ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീതം വെച്ച കൂട്ടത്തിൽ ആ ധനിക കുടുംബത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതാ ഈ കയ്യിലിരിക്കുന്ന പാത്രം. ഇത് കേവലം ഒരു പാത്രമല്ല, ഇത് സ്വർണപാത്രമാണ്. ഇത് മുഴുവൻ ചെളിയും ചേറും ഒക്കെ പിടിച്ച് പരുവക്കേടി തെണ്ടി നടക്കുക ഈ പാത്രവും വെച്ചോണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് വിലയുള്ള പാത്രമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്. ഈ നാണയം ഇട്ടുകൊടുത്ത മനുഷ്യൻ ഇദ്ദേഹത്തെ പിടിച്ചിരുത്തി ചില നിമിഷങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം താൻ ആ പാത്രത്തിന്റെ ഒരു ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് കഴുകി ആ നിലകളിൽ ഒന്ന് നല്ലതുപോലെ തേച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കേവലം ഒരു പാത്രമല്ല, ഇത് വാസ്തവത്തിൽ വലിയ വിലയുള്ള സ്വർണപാത്രമാണ്. ഈ സ്വർണപാത്രത്തിനകത്തായി 5 രൂപയും 2 രൂപയും മേടിക്കാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ തെണ്ടി നടക്കുന്നത്. കയ്യിരിക്കുന്ന എന്തുവാ? വിലപ്പെട്ട സ്വർണപാത്രം. തെണ്ടി കിടക്കുക. വല്ലതും തരണേ വല്ലതും തരണേ വല്ലതും തരണേ. കണ്ടോ മനുഷ്യ, നീ ആരാന്ന് മനസ്സിലാക്കേ, നിന്റെ വില മനസ്സിലാക്കേ. കേവലം 2 രൂപയ്ക്കോ 4 രൂപയ്ക്കോ 5 രൂപയ്ക്കോ തെണ്ടുമ്പോ തന്നെ ഓർത്തോളം നീ വിലയുള്ളവനാ. നിന്റെ വില പലപ്പോഴും നിനക്കറിയാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും ചാണകവും ചെളിയെല്ലാം വന്ന് മൂടി പാപം നിറഞ്ഞ് ജീവിതത്തിൽ ദൈവതേജസ്സിൻ്റെ ദൈവസ്വരൂപത്തിൻ്റെ അനുഭവം എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി കേട്ടോ. തേഞ്ഞു മാഞ്ഞു പോയിട്ട്
ഇന്ന് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ രസിച്ചും സുഖിച്ചും ദൈവോന്മുഖമായ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് നീ ആരാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് രാത്രി പലപ്പോഴും പാപത്തിൽ, ശാപത്തിൽ, വേദനയുടെ കീഴിൽ പലപ്പോഴും എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് മാത്രം നേട്ടങ്ങളുടെ പിന്നാലെ നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ആരാണെന്ന് നിന്റെ കയ്യിലിരിക്കുന്ന, നിന്നിൽ വസിക്കുന്ന ആത്മാവും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ന് രാത്രി വളരെ ശക്തമായി ബോധിപ്പിക്കുന്ന ഒരു സന്ദേശമാ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നീ വിലയുള്ളവനാ. പറഞ്ഞറിയിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ സമയം അങ്ങനെ അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ആത്മാവിനെ നേടുക. ആത്മാവിനെ പറ്റി അപജയം പറയാം. പാപമാണ് മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോയത്. പാപപരിഹാരം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന് ആത്മാവിൽ നീതീകരണം, ആത്മാവിൽ രക്ഷ, ആത്മാവിൽ അവൻ തേജസ്കരണം, എന്തിനേറെ അവന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന നിത്യജീവൻ അവന്റെ അകത്തലങ്ങളിൽ അന്തരാത്മാവിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകി ആ പ്രത്യാശയോടെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ആ വിലയുറ്റ എൻ്റെ ആത്മാവിൻ്റെ വില ഞാൻ മനസ്സിലാക്കി, എനിക്കത് നേടുവാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപം മുഖാന്തരം നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നരകത്തിൽ കളയരുത് കേട്ടോ. നീ ദോഷത്തിലേക്ക് ഇറങ്ങരുത് കേട്ടോ. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നേടാനുള്ള രാത്രിയാണെന്ന് ഓർപ്പിക്കുന്നു. 2, ആത്മാക്കളെ നേടുക. ഇന്ന് രാത്രി റോസ് ഫാമിലിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾ വീട്ടിൽ ആയിരിക്കുന്നല്ലോ, ദൈവവചനം എടുത്ത് വായിക്കണം. 1 കൊരിന്ത്യർ 9:19 മുതൽ 22 വരെ. വല്ലവിധേനെ ചിലരെ കൂടെ നേടേണ്ടതിന് ഇന്ന് രാത്രി സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം പൗലോസ് പറയുന്നത് കേൾക്കണോ? എന്റെ ചാർച്ചക്കാരെ കുറിച്ച് എനിക്ക് നൊമ്പരമുണ്ട്, ഇടപെടാതെ വേദനയുണ്ട്, എന്റെ അകത്ത് ഇടപെടാതെ ഒരു നൊമ്പരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നൊമ്പരമുള്ള എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ആർക്കാണ്ട് വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്തു കൂട്ടുന്ന പരിപാടിയല്ല ആത്മീയം എന്ന് പറയുന്നത്. അല്ല. അവരെ പ്രസാദിപ്പിച്ചേക്കാം, വേണേ ഒന്ന് പാടിയേക്കാം, വേണേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, വേണേ ഒന്ന് പ്രസംഗിച്ചേക്കാം. നോ, അങ്ങനെ നീ പ്രസംഗിക്കണ്ട, അങ്ങനെ പാടണ്ട, അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണ്ട. അതൊന്നും തമ്പുരാന്റെ മുമ്പിൽ. ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദേശത്തിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന്. ഭാഷ സമയമില്ല. ഞാൻ ചോദിക്കട്ടെ, നിനക്കൊരു പനി വന്നാൽ നീ കിടക്കുകയല്ലേ? കിടക്കും, തീർന്നു ഗ്യാസ്. ആ ബോധം എനിക്ക് ചങ്കിനൊന്ന് വേദന എടുത്താൽ മതി. അയ്യോ, അടുത്ത ഓട്ടോറിക്ഷ കയറി നേരെ മെഡിക്കൽ കോളേജിൽ മൾട്ടിമീഡിയ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചു, ഉടനെ സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. കുഴഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ദൈവം തരുന്ന സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി ഇരുവിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്? എന്നെ പ്രസാദിപ്പിക്കാനോ റോസിലി സിസ്റ്ററെയോ അല്ലെ നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിന്മാരെയോ അല്ലെങ്കിൽ സ്തോത്രം മറ്റാരെയും കാണിക്കാനല്ല. ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിലുള്ള സകല ആളുകളുടെ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പറയുന്നു, ആത്മഭാരത്തോടെ ഈ ദിവസങ്ങളിൽ നാം എഴുന്നേൽക്കണം. ആത്മാക്കളെ നേടുവാൻ ഭാരം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരണം. ഒരിക്കൽ EMSനോട് സുവിശേഷം പറയാൻ ഒരു ഉപദേശി ചെന്നു. EMSനോടൊക്കെ സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. EMS ആരാണെന്നറിയാമോ? അറിയാവുന്നവർക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ, ഉന്നതനായ മനുഷ്യൻ, കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ ഒരു ഉപദേശി ചെന്ന് സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, ഈ ലോകത്തിലെ സകല മാനവജാതികളും പാപികളാണ്, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. EMSനൊരു ചെറിയ വിക്കുമൊക്കെ ഉണ്ട്. അതേ ഒന്നുകൂടെ ചോദിച്ചാൽ
എന്നാ പറഞ്ഞ്? രക്ഷിക്കപ്പെട്ടില്ലേ നരകത്തിൽ പോകും. ഒന്നുകൂടെ പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ. എടാ, ഈ ലോകത്തിലെ ഇത്രയും കോടി ജനങ്ങൾ നരകത്തിൽ പോകുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ആ, ശരിയാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോൾ പറയുന്നു രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും, നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ബോധ്യമുണ്ട്. EMS അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരുന്നെങ്കിൽ, ഞാൻ എനിക്കുള്ളത് മുഴുവൻ വിറ്റ് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ എന്തിനീ ലാഘവത്തോടെ യേശുവിനെ അറിയാത്തവർ മുഴുവൻ നരകത്തിൽ പോകുമെന്ന് വെറും ലാഘവത്തോടെ പറയുന്നു? യേശുവിനെ കൂടാത്തവരല്ല നരകത്തിൽ പോകുന്ന പാട്ടുപാടി ലാഘവത്തോടെ. അദ്ദേഹം പറഞ്ഞ പദം എന്നെ ചിന്തിപ്പിച്ചു. എനിക്കാണോ ദർശനമുണ്ടായെങ്കിൽ ഞാൻ എനിക്കുള്ളതെല്ലാം നശിപ്പിച്ചിട്ട് ഈ യേശുവിനെ കൊണ്ട് ഓടി നടക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, യേശു മൂലമേ രക്ഷയുള്ളൂ, പാപമോചനമുള്ളൂ, സൗഖ്യമുള്ളെന്ന് അനുഭവിച്ച ദൈവമക്കളല്ലേ എന്നെ ശ്രദ്ധിക്കുന്നവർ? ഞാൻ ചോദിക്കട്ടെ, നീ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? സ്തോത്രം. അറിഞ്ഞ സത്യം അറിയിക്കുന്നുണ്ടോന്ന്? സാക്ഷ്യം ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുകയല്ലേ? എത്ര നാളായി? സാക്ഷ്യം പെരയ്ക്കകത്തല്ല പറയുന്നത്, ഹോളിനകത്തല്ല, നാലുകെട്ടിനകത്തല്ല. നിനക്ക് സാക്ഷ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി സാക്ഷി പറയണം, വിടുതൽ പറയണം, വിട്ടുവീഴ്ച വഴികൾ പറയണം. സ്തോത്രം. ഇതെല്ലാം ഞായറാഴ്ച സഭാകളിനകത്ത് കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, വല്ലാത്തവനായിരുന്നു എന്ന് പറഞ്ഞ് വെറുതെ സമയം കളയുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളോട് പറയുന്നു, യേശു മുഖാന്തരം നിങ്ങളുടെ അകത്ത് വന്ന വിടുതൽ 4 പേരെ കൂടെ കർത്താവിനെ അറിയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരെ നേടുവാൻ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്. ആത്മഭാരത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്വർഗത്തിന് ഭൂമിക്ക് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞ ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രി ചിലർ തീരുമാനമെടുക്കട്ടെ. പണ്ടൊക്കെ ഒരു ശുശ്രൂഷ നടത്തിയാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 4 പേരെങ്കിലും സമർപ്പിക്കും. ഇന്ന് അങ്ങനെയുള്ള ശുശ്രൂഷയൊന്നുമില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരുമില്ല, സമർപ്പണമില്ല. പിന്നെ ഒത്തതുപോലെ ഒപ്പിക്കുക. ആ പരിപാടി നടത്തിയിട്ട് ഇന്ന് രാത്രി ആത്മഭാരത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ, ആത്മാക്കളെ നേടാൻ ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷേ പറയാൻ സമയം എന്റെ മുമ്പിലില്ല. 3-ാമത്തെ കാര്യം, താലന്തുകൾ നേടുക. ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ. മത്തായി സുവിശേഷം 25:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. പരദേശത്ത് പോകുമ്പോൾ ഒരു മനുഷ്യൻ പ്രാപ്തി പോലെ താലന്തുകൾ കൊടുത്തു കേട്ടോ. വ്യാപാരം ചെയ്യാൻ താലന്തുകൾ കൊടുത്തു. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, നമുക്ക് ലാഭം ഉണ്ടാകുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ. സ്തോത്രം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് താലന്തുകളുണ്ട്. ഇന്ന് രാത്രി വിശദീകരിക്കാൻ നേരം എടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 5 കിട്ടിയവൻ 5 കൂടെ നേടി. 2 കിട്ടിയവൻ 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. കണക്ക് തീർക്കേണ്ടി വരും കേട്ടോ. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം നിനക്ക് ചില കൃപകൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നീ കണക്ക് പറയണം. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതുമുണ്ടോ? ഉണ്ടോ? നിന്നെ ഏൽപ്പിച്ചതിന്റെ പിറകിലെ കുഴിച്ചു മൂടിയിരിക്കുകയാണോ? പാടാൻ കൃപ തന്നില്ലേ? പ്രാർത്ഥിക്കാൻ കൃപ തന്നില്ലേ? ആത്മാവിന് വേണ്ടി ഇടിവി നിൽക്കാൻ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇടപെട്ടു? അനേകർക്കില്ലാത്തൊരു കൃപ ദൈവം നിനക്ക് തന്നില്ലേ? പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാൻ, ആളുകളെ ആശ്വസിപ്പിക്കുവാൻ, സഹായം ചെയ്യുവാൻ. ദൈവസന്നിധിയിൽ ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിച്ചത് എവിടെ? കുഴിച്ചിട്ടിരിക്കുകയല്ലേ? പുറത്തെടുക്കുക. ഈ ദിവസങ്ങളിൽ
പുറത്തു കൊണ്ടുപോവാ. താലന്തുകൾ നേട്. നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കണോ? ഈ ദിവസങ്ങളിൽ നേടിയെടുക്കേ. അടുത്തത് ക്രിസ്തുവിനെ നേടുക. ഫിലിപ്പിയ ലേഖനം 3:9 ക്രിസ്തുവിനെ നേടുക. പൗലോസ് പറയാ, വല്ലവിധേന എനിക്ക് എന്റെ കർത്താവിനെ ഒന്ന് നേടണം. അതുകൊണ്ട് മുഴുവൻ ഞാൻ ചപ്പും ചവറും എന്നുണ്ടെന്നു. യഹൂദാ ഗോത്രത്തിൽ, ബെന്യാമിൻ ഗോത്രത്തിൽ ഇങ്ങനെ പാരമ്പര്യമെല്ലാം പൗലോസ് പറഞ്ഞേച്ച് പറയാ, ഈ പാരമ്പര്യമെല്ലാം ക്രിസ്തു നിമിത്തം ചപ്പൊന്നും ചവറൊന്നും വേണ്ടുന്നു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത്, ഞാൻ അങ്ങ് അമ്പിളി കുന്നത്തും എന്റെ ഭാര്യ അങ്ങ് കുമ്പിളി കുന്നത്തും വന്ന. നിന്റെ ആ കുമ്പിളി കുന്നമൊക്കെ എടുത്ത് ദൂരക്കള, എന്നിട്ട് പറ കുരിശിന്റെ ചുവട്ടിലോട്ട് വാ. പാരമ്പര്യവും പറഞ്ഞ് പൈശന്യവും പറഞ്ഞ് അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞ് ഇന്ന് രാത്രി ഈ കുരിശിന്റെ ചുവട്ടി വന്നേച്ച് പറഞ്ഞാട്ടെ, വല്ല വിധേന എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇന്നലകള് പിൻപിലുള്ളതിനെ എല്ലാം മറന്ന് ക്രിസ്തുവിനെ നേടുവാൻ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ, അവന്റെ കൂടെ ഇരിക്കുവാൻ. ഈ ദിവസങ്ങളിൽ ഞാൻ എന്നെ തന്നെ സ്തോത്ര ചപ്പും ചവറുമായി എണ്ണുന്നു. ഇത് സുവിശേഷം കൊണ്ട് ചിലതെല്ലാം നേടിയെടുക്കാവോന്ന ഇന്ന് ആളുകൾ നോക്കുന്നത്. ഇത് ഇന്ന് ഉപജീവനത്തിന്റെ മാർഗമായിട്ടാ പലരും കാണുന്നേ. ഇവിടെ സുവിശേഷം ഉപജീവനത്തിന്റെ മാർഗമല്ല. പക്ഷേ ഇത് കൊണ്ട് നടക്കുന്നവരെ ദൈവം പോറ്റുമെന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. പക്ഷെ ഇത് ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. എത്രയോ പേര് അങ്ങനെയാണെന്നറിയോ ചെയ്യുന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, നിനക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി എറിയുവാനാ ദൈവം നിന്നെ വിളിച്ചത്. അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രം നമുക്കതറിയാം. ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല. വല്ല വിധേന തനിക്കുള്ളതെല്ലാം ചപ്പും ചവറും എന്നെണ്ണി ക്രിസ്തുവിനെ നേടുവാൻ, അനേകരെ നേടുവാൻ കർത്താവിന് വേണ്ടി ധീരെ ധീരെ ഇറങ്ങിയ ആ ശ്രേഷ്ഠനായ ഉന്നതനായ കർത്തൃദാസൻ നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി നിൽക്കുക. ഇന്ന് രാത്രി ആ മാതൃക പിന്തുടരുവാൻ ആർക്ക് കഴിയും? ഒടുവിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുക, ആ ചർമ്മ ലിഖിതങ്ങളും പുതപ്പും ഒന്ന് കൊണ്ടുവന്നാട്ടെ, ഇവിടെ ഭയങ്കര തണുപ്പാ. സ്തോത്രം. തീമോഥെയോസേ, നീ വരുമ്പോ ആ ചർമ്മലിഖിതം കൊണ്ടുവരണം, ആ പുസ്തകം കൂടി ഇങ്ങ് കൊണ്ടുവരണം. ഇന്നത്തെ പൗരസ്യന്മാരാണെങ്കിൽ, ഇന്നത്തെ പുള്ളികളായിരുന്നെ പറഞ്ഞതിന് ബാങ്കിൽ ഇത്ര ലക്ഷം കിടപ്പുണ്ട്. ഇവിടെ ബാങ്കിലൊന്നും ഒന്നുമില്ല. ഉണ്ടായിരുന്നവൻ ബാങ്കിൽ നിന്നൊക്കെ എടുത്ത് എറിഞ്ഞു. കർത്താവിന് വേണ്ടി എറിഞ്ഞെന്നേ. അവസാനം ചിരി പുതപ്പും പുസ്തകവും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ലപോർ പൊരുതു. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വേണ്ടി എറിയാൻ കഴിയുന്നില്ലെങ്കിൽ പരാജയമാകട്ടോ. അന്തിക്രിസ്തു നിന്റെ ലക്ഷ്യങ്ങൾ കൊണ്ടുപോകും. അതിനു മുമ്പ് യേശുവിന്റെ നാമത്തിന് വേണ്ടി എറിയ. ഇവിടെ എന്ത് കിട്ടുമെന്ന് ചോദിക്കുകയല്ല, അവൻ എന്ത് കർത്താവിന് വേണ്ടി കൊടുക്കാം. കിട്ടുന്നതൊക്കെ മേടിച്ചോ, ഒന്നും ഞാൻ എതിരല്ല. പക്ഷെ കർത്താവിന് വേണ്ടി എന്തും കൊടുക്കാം. വല്ല വിധേന കർത്താവിനെ നേടുവാൻ ഞാൻ പറഞ്ഞു പോയാൽ അങ്ങ് പോകും. എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ഏറ്റവും ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദരനെ നേടുക. മത്തായി സുവിശേഷം 18:15 സഭയുടെ ശിക്ഷണത്തെ കുറിച്ച് പറയുന്ന അളവിൽ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, പ്രശ്നം ഉണ്ടായാൽ, തമ്മിൽ പിണങ്ങിയാൽ, ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുക. സഹോദരനോട് നീ പിഴച്ചാൽ അവനോട് ക്ഷമിക്കുക, സ്നേഹിക്കുക, കരുതുക. ഇപ്പൊ പാരപണിയാ. സഹോദരനിട്ട് പാരപണിയെന്ന ആത്മീയരെന്ന് പറയുന്ന അനാത്മീകത്വം കൊണ്ടു നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? അതെന്നെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവനാം പഠിപ്പിക്കുന്നു. അത് ആലയത്തിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ യാഗവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം നിരപ്പായിട്ട് ആരാധന കഴിക്കാനാ. അല്ല, തോന്നുന്ന പോലെ ആരാധിച്ച് എങ്ങനെയും ജീവിച്ച് എങ്ങനെയും സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ക്രമീകരണവും ശുദ്ധീകരണവും നടക്കണം. ദൈവം ആഗ്രഹിക്കുന്ന അതാ. നിന്റെ സഹോദരനെ നീ നേടണം. കായിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ?
അപ്പൊ ചോദിച്ചു, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഇന്നും അനേര് ചോദിക്കുന്നേതാ? സ്തോത്രം. നിന്റെ സഹോദരൻ എവിടെ? സഹോദരനെ നേടണം കേട്ടോ. നിന്റെ കൂട്ടു സഹോദരനെ നേടണം കേട്ടോ. അവൻ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഓ സ്തോത്രം. അവന് വേണ്ടി ഇടിവി നിൽക്കണം, അവന് വേണ്ടി കരയണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ അവന്റെ മടങ്ങി വരവിന് വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവനെ, ഈ ദിവസങ്ങളിൽ നേടേണ്ട ചിലതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ ഞാൻ ഓർപ്പിച്ച ദൂതുകൾ, സന്ദേശങ്ങൾ. എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ ആത്മാവിനെ, ജീവനെ നേടാൻ കഴിയുമോ? ആത്മാക്കളെ നേടാൻ കഴിയുമോ? താലന്തുകൾ നേടാൻ കഴിയുമോ? ക്രിസ്തുവിനെ നേടാൻ കഴിയുമോ? നമ്മുടെ സഹോദരനെ നേടാൻ കഴിയുമോ? കഴിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരാം, ഒരു ശുദ്ധീകരണത്തിലേക്ക് വരാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേൾക്കുന്നവർക്കൊക്കെ ഒരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ നേടുവാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ സമർപ്പണത്തോടെ ഇന്ന് രാത്രി ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യണമേ. റോസ് ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അഡ്മിൻസിനും പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഞങ്ങളെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് രക്ഷിക്കണമേ. വിലയുള്ള ജീവൻ, ആത്മാവ്, അതിനുവേണ്ടി കരുതുവാൻ ഇന്ന് രാത്രി ഏവർക്കും ദൈവത്തോട് നിന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയും ആദരിച്ചാട്ടെ, പുത്രനെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.